ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മക്ക് തൈറോയിഡിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, കുറേ നാളായി. അപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് അപ്പോൾ സ്കാനിങ്ങിന് ഡോക്ടർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ചെറുതലിലാണ് സ്കാൻ ചെയ്യണത്, ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് നമ്മൾ നടക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ പള്ളിയുണ്ട്. അപ്പം മാതാവിൻ്റെ ഒരു ചെറിയൊരു ഗ്രോട്ടോ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കയറി പ്രാർത്ഥിച്ചിട്ട് പോവുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ എന്തിന് പോയാലും നമ്മളവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാറുള്ളൂ. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി എസാപ്പിയും ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളങ്ങോട്ട് നടക്കുവാണ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എസാപ്പിക്ക് ചെറിയൊരു ചെയിനും കമ്മലും കൂടി എടുക്കണമായിരുന്നു. അപ്പോൾ അവരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എസാപ്പി ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് എസാപ്പി ഓരോ വർത്താനമൊക്കെ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെൻറ്റ് മേരീസ് പാലം. നേരത്തെ പണി തീർന്നിട്ടില്ലായിരുന്നു, ഇപ്പോൾ പണി കഴിഞ്ഞ് അടിപൊളിയായി. ഈ ശങ്കേഴ്സ് ലാബിലാണ് നമ്മൾ സ്കാൻ ചെയ്യണത്. അങ്ങനെ സ്കാൻ ചെയ്യാനായിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്ത് ചീട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ എസാപ്പി ഭയങ്കര അലമ്പായതുകൊണ്ട് നമ്മൾ കുറച്ചൊരു അകത്തിരുന്നിട്ട് ഞാനും ചേച്ചി എസാപ്പിയും കൂടി പുറത്തിറങ്ങി അമ്മേനെ സ്കാനിങ്ങിന് കയറ്റി. അപ്പം എസാപ്പി ഇത് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് അലമ്പെടുത്തിരിക്കുകയാണ്. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് എസാപ്പിക്ക് 2 കോൽമിഠായി വാങ്ങിച്ചു കൊടുത്തിരുന്നു. അപ്പം അതും കഴിച്ചുകൊണ്ടിരിക്കുവാണ് ആൾ. കോൽമിഠായി കിട്ടിയപ്പോൾ എസാപ്പിക്ക് സന്തോഷമായി. അങ്ങനെ കോൽമിഠായൊക്കെ നോക്കിക്കൊണ്ട് ഹായ് കൊടുക്കാൻ പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ഡെമ്പ്, അതുകൊണ്ട് കൊച്ച് ഹായ് ഒന്നും കൊടുത്തില്ല. കയ്യിൽ കോൽമിഠായിയുടെ ഇത് പറ്റിയാൽ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചേച്ചിയുടെ ഹായ് കൊടുക്കാൻ പറഞ്ഞ് ചേച്ചി ഇതേ ഹായൊക്കെ തന്നിട്ടുണ്ട്. നമ്മളത് എസാപ്പിക്ക് ചെയിനും കമ്മലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണക്കടയിലോട്ട് പോവുകയാണ്. അവിടെ കടയുടെ വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കടയുടെ പേര് ശ്രേയ ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ്. നമ്മൾ എന്തെങ്കിലും എടുക്കണമെങ്കിൽ ആ കടയിൽ നിന്നാണ് എടുക്കണത്. അതുപോലെ നമ്മൾ കൊച്ചിന് ചെയിനും ഇതൊക്കെ കമ്മലൊക്കെ എടുത്തിട്ട് നമ്മൾ അമ്മ ഒരു കടയിൽ കയറിയിട്ട് അമ്മ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എസാപ്പി കോൽമിഠായി കഴിക്കണം, എല്ലാവരെയും കാണിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞങ്ങളെയൊക്കെ കൊതിപ്പിച്ചിട്ടിരിക്കുക. ഞാൻ ക്യാമറ അടുത്തോട്ട് കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്കും കോൽമിഠായി കഴിക്കണം കാണിച്ച്, നാക്കിൽ കളറൊക്കെ വന്നത് കാണിച്ച്, ഇങ്ങനെയാണ് കവച്ച് തിന്നണം എന്നൊക്കെയാണ് കൊച്ച് കാണിക്കണത്. കുറേ കോപ്രായങ്ങളൊക്കെ എസാപ്പി കാണിക്കുന്നുണ്ട് കണ്ടോ, നാക്കൊക്കെ നീട്ടി കാണിക്കുന്നു. അമ്മ വന്നപ്പോഴത്തേക്കും നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ചായക്കടയിൽ കയറി, ചെറുതിൽ തന്നെയുള്ള. അങ്ങനെ ചായയും പഴംപൊരിയും വടയും അടയും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. എസാപ്പിക്ക് പഴംപൊരി ഇഷ്ടമായതുകൊണ്ട് പഴംപൊരി പറഞ്ഞ്, പക്ഷേ അതെല്ലാം വന്നപ്പോഴത്തേക്ക് എസാപ്പി പഴംപൊരി അല്ല കഴിച്ചത്. അട ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, ഈസ്റ്റൊക്കെ ഇട്ടുണ്ടാക്കിയ അടയായിരുന്നു തോന്നുന്നു. അപ്പം നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ എസാപ്പി അതാണ് നുള്ളിപ്പറക്കി കഴിക്കുന്നത്. പഴംപൊരി കൊടുത്തിട്ട് കൊച്ച് കഴിച്ചില്ല. എസാപ്പിക്ക് ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് കൊച്ച് തന്നെ എടുത്ത് കഴിക്കുവാണ്. അപ്പോൾ ഇത് തന്നെ കഴിക്കണം കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചിരി വന്ന് പാവം ഇരുന്ന് കഴിക്കുവാണ്. അപ്പോൾ ചായ എസാപ്പിക്ക് ഇങ്ങനെ ചായ നമ്മളങ്ങനെ കൊടുക്കാറില്ല. കുടിവെള്ളം ഉണ്ടായിരുന്നു, കുടിവെള്ളമാണ് കൊച്ചിന് കൊടുക്കണേ. പിന്നെ നമ്മളിത് ബസ്സിൽ കയറി തിരിച്ച് പോകുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്കാനൊക്കെ ചെയ്ത് തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി. അപ്പോൾ മറ്റേ സ്വർണ്ണക്കടക്കാരൊരു ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കരച്ചിലായതുകൊണ്ട്. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.